അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അന്താരാഷ്ട്ര വാർത്തകളുമായി രഞ്ജിനി ചേരുക. അശാന്തി പടർന്ന മ്യാൻമാറിലെ പ്രധാന നഗരങ്ങൾ കൈപ്പിടിയിലൊതുക്കി സൈന്യം. തെരുവുകളിൽ സൈനിക വാഹനങ്ങൾ നിറഞ്ഞു. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. വടക്കൻ സംസ്ഥാനമായ കാച്ചിനിൽ സൈനിക നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ വെടിവയ്പുണ്ടായി. സ്ഥിതിഗതികൾ സങ്കീർണമാണെന്ന് UN കുറ്റപ്പെടുത്തി. ഭരണം പിടിച്ചെടുത്ത സൈന്യത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കി ജനാധിപത്യവാദികൾ. യൂറോപ്യൻ രാജ്യമായ കൊസോവോയിൽ ഇടതുപക്ഷം അധികാരത്തിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന വെറ്റ വെന്റോസയെ വിജയത്തിലേക്ക് അടുക്കുന്നു. 87 നിന്നും 48% വോട്ടുകൾ ഇടതു പാർട്ടിക്ക്. ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് ലീഗ് ഓഫ് കൊസോവോയ്ക്ക് ലഭിച്ചത് 13.4% വോട്ടുകൾ മാത്രം. എബോള പേടിയിൽ പശ്ചിമാഫ്രിക്ക. ഗിനിയിൽ മരിച്ച 3 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു. ലൈബീരിയയിലും രോഗലക്ഷണവുമായി പലരും ആശുപത്രികളിൽ. 2013-16 കാലഘട്ടത്തിൽ ഗിനിയിൽ നിന്നും പടർന്നു പിടിച്ച മഹാമാരിയിൽ മരിച്ചത് 11,300 പേരാണ്. വാക്സിൻ നടപടിക്രമങ്ങൾക്കായി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ച് പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ. 15 ദശലക്ഷം പേരിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തി ബ്രിട്ടൻ. കൂടുതൽ പേരിൽ പ്രതിരോധ കുത്തിവയ്പ് നടത്തുമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം. സയന്റിസ്റ്റുകളും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. വകഭേദം വന്ന വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ന്യൂസിലാൻഡിലെ പ്രധാന നഗരമായ ഓക്ലാൻഡിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. കൂടുതൽ വാർത്തകളുമായി ലലുവിലേക്ക് ഗോപിയിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിലേക്ക് പോകാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക്. അതേസമയം സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. കുടുംബാംഗങ്ങളെ അടക്കം വിഘടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങും. VS അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും K ശബരിനാഥനുമാണ് ഇന്നലെ നിരാഹാര സമരം ആരംഭിച്ചത്. ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെ വളരെ സജീവമായി യൂത്ത് കോൺഗ്രസ് സമരവും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ? ഈ സമരം ഇന്നെങ്കിലും അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകും എന്ന് തന്നെയാണോ അവർ കരുതുന്നത്? ലല്ലു, തീർച്ചയായും സർക്കാരിന്റെ ഒരുപക്ഷെ അവസാനത്തെ ക്യാബിനറ്റ് ആവും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. അതിനിടെയാണ് ഉദ്യോഗാർത്ഥികളുടെ വിവിധ റാങ്കിൽസ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് K ശബരിനാഥൻ എന്നിവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. ഷാഫി, ഇന്നും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഇന്നും വിവിധ ഇടങ്ങളിൽ വിവിധ വകുപ്പുകളിലെ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇതൊരു ജീവിത പ്രശ്നമായിട്ടും അവരുടെ ഒരു ജീവിത സമരമായിട്ടും സർക്കാർ നോക്കിക്കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അവരൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരത്തിനല്ല, അവർ പഠിച്ച റാങ്ക് ലിസ്റ്റിൽ വന്നു. ഞാൻ ചോദിക്കുന്നത്, അവർ ചോദിക്കുന്നതിൽ എന്താ അന്യായം? അവരുടെ റാങ്ക് ലിസ്റ്റിലെ 4 മാസത്തെ നിയമനം നിന്നുപോയത് എന്തുകൊണ്ടാണ്? ശിവരഞ്ജിത്തും നസീമും 1ാം റാങ്കോ 2ാം റാങ്കോ 28ാം റാങ്കോ ഒക്കെ മേടിച്ചപ്പോൾ അത് അട്ടിമറിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 4 മാസം ഒരാൾക്ക് പോലും അതിൽ നിയമനം കൊടുത്തില്ല. അവരുടെ തെറ്റാണോ? കഴിഞ്ഞ എല്ലാ പോലീസ് ലിസ്റ്റുകളിലും പരിപൂർണമായിട്ടുള്ള നിയമനമാണ് നടന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റ് നിയമനം കഴിഞ്ഞ് ക്യാൻസൽ ആവാറാണ്. അപ്പോൾ ആ മെയിൻ ലിസ്റ്റിലെ കുട്ടികളാണ് അവിടെ കിടക്കുന്നത്, സപ്ലി അല്ല. LGSകാർ 12,500 ചില്ലറ 2012, 15, 18, 15, 18 12-15 11,000 ചില്ലറ. ഇപ്പോൾ അവർ 5,000-ന്റെ കണക്കാണ്, 5,000-6,000-ന്റെ കണക്കും കൊണ്ടായിരിക്കുന്നത്. അപ്പം അവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല. ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പെരുമാറ്റച്ചട്ടം വരാൻ പോകുന്നു. ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നടത്തുന്ന സമരത്തെ ഒന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം ആക്ഷേപിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർ, കലാപകാരികൾ, അനർഹമായി ചോദിച്ചു വാങ്ങുന്നവർ. അതേസമയം ഗവൺമെന്റിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ സ്ഥിരപ്പെടുത്തലുകളും പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും. ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യങ്ങളോട് ഐക്യദാർഢ്യപ്പെടേണ്ടതുണ്ട്. പിൻവാതിൽ ബന്ധു നിയമനങ്ങൾക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ നിരാഹാര സമരം ഞങ്ങൾ ആരംഭിച്ചത്. സർക്കാർ, അതായത് ധനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന ആരോപിക്കുന്നു. അത് മന്ത്രി M.M. മണി അടക്കമുള്ളവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത്? ഏറ്റവും പിണറായി വിജയനും മന്ത്രിസഭയിലെ അംഗങ്ങളും നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ്. കർഷകരുടെ സമരത്തെ പിന്തുണക്കുന്നവരാണ്. കർഷകർക്ക് വേണ്ടി ഇവർ സമരം അവിടെ നടത്തുമ്പോൾ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ
അവരുടെ കർഷക സമിതിയെ കൊണ്ട് സമരം നടത്തിക്കുന്നവർ. ആ കർഷകരെ സമരജീവികളെന്ന് വിളിച്ച് ആക്ഷേപിച്ച പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അതിൻ്റെ കോപ്പി കാറ്റാണ് ഇത് പ്രതിപക്ഷ സമരമാണെന്ന് പറയുന്നത്. എങ്ങനെയാ അത് പ്രതിപക്ഷ സമരമാവുന്നത്? ഞങ്ങളാണോ അവരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? ഞങ്ങളാണോ അവരുടെ അവസരം നിഷേധിച്ചത്? ഞങ്ങളോ അവരോ കാരണമാണോ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് മരവിച്ചു പോയത്? അതിൻ്റെ അവരുടെ ആവശ്യത്തിൻ്റെ ന്യായം തിരിച്ചറിയുന്നതിന് പകരം അതിനെ ആക്ഷേപിച്ച് അതിൻ്റെ ഗൗരവം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അത് നരേന്ദ്രമോദിയുടെ ശൈലിയുടെ തനിയാവർത്തനമാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയായി മാറുന്നുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് രാജഭരണമൊന്നുമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിലകൊള്ളേണ്ടതാണ്. ഇവരൊക്കെ സമരങ്ങളുടെ ബൈ പ്രോഡക്റ്റുകളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ്. ഏറ്റവും കുറഞ്ഞത് അനുഭാവം ഇല്ലെങ്കിലും അവരെ ആക്ഷേപിക്കുന്നത് നിർത്തണം. ഞങ്ങളെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെക്കാളും പ്രാധാന്യം അവരുടെ സമരത്തിനുണ്ട്. കാരണം അവരുടേതൊരു ജീവിത സമരമാണ്. അത് കാണേണ്ട ആളുകളല്ലേ ഈ പറയുന്ന ഡോക്ടർ തോമസ് ഐസക്. ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ശവപ്പെട്ടിയിൽ സമരം കടന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ മുമ്പിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ്. അതൊക്കെ മറന്നുപോയവർ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ മുമ്പിൽ നിരാഹാരം കടന്ന ആളുകളുണ്ട്, മറന്നുപോയവർ. അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അത് പക്ഷെ അതിന്റെ മേലങ്കി എടുത്ത് അണിഞ്ഞ് അതിന്റെ അഹങ്കാരം കാണിക്കേണ്ടത് ഈ പാവം ഉദ്യോഗാർത്ഥികളോടല്ല. നമുക്ക് ശബരിനാഥന്റെ കൂടെ അഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ഇടപെട്ടുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാൻ ശ്രമങ്ങൾ നടന്നു, പക്ഷെ അത് പരാജയപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ ഈ ഒരു നീക്കത്തെ അത് ആത്മാർത്ഥതയുള്ള ആണോ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലുമില്ല. അവർ ഇടപെടൽ നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രഹസനമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരോട് ചർച്ച ചെയ്യേണ്ട സർക്കാരല്ലേ? ഡിവൈഎഫ്ഐ വഴി ഇവരൊക്കെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണല്ലോ. ഡിവൈഎഫ്ഐക്ക് സർക്കാരുമായിട്ട് നേരിട്ട് തീരുമാനമെടുക്കാനുള്ളൊരു ബന്ധമില്ലല്ലോ. ഞാൻ പറയുന്നത് എത്രയോ കാലമായി ഇവർ മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാരെ കാണാൻ ഇവർ അപ്പോയിൻമെന്റ് ചോദിക്കുകയാണ്. അപ്പോൾ മന്ത്രിമാരെ ഒന്നും കാണാതിരിക്കാനുള്ള അവസ്ഥ എന്താണ് ഇവിടെ? ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറ്റാളുകളെ കാണാം. സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ ശമ്പളം കൊടുത്ത് നിയമനം ഈ സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് നടത്താൻ കഴിയും. പക്ഷേ പാവപ്പെട്ട റാങ്ക് ലിസ്റ്റുള്ള ആളുകളെ കാണാൻ മാത്രമല്ല അവരെ അവഹേളിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മന്ത്രിമാർ നേരിട്ടു എന്ന് പറയുകയാണ്, മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ആൾക്കാർ നോക്കിയില്ലേ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, സ്പോൺസേഡ് സമരമാണെന്ന് പറയുന്ന നേതാക്കളല്ല, മന്ത്രിമാരാണ്. ഇതേ മന്ത്രിമാർ ശ്രീ തോമസ് ഐസക് 2015 ഫെബ്രുവരിയിൽ LGS റാങ്ക് ലിസ്റ്റിലെ ആളുകൾ സമരം നടത്തിയപ്പോൾ വന്ന് നിന്നൊരാളാണ്. യുവജന CPM MLA-മാരോട് സമരം കിടന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വരുമ്പം ഈ അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് അവർ ഈ കുട്ടികളെ അവഹേളിക്കാൻ നടക്കുന്ന ഓരോ നിലപാടുകളും തെറ്റാണ്. ആ കുട്ടികളോട് കേൾക്കുക, ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് കൊടുക്കുക, അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യം, അവരുടെ ഒരു ഔദാര്യവും വേണ്ട. കഴിഞ്ഞ സർക്കാരുകൾ UDF സർക്കാരും LDF സർക്കാരും ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. സാധാരണ സർക്കാരുകൾ ചെയ്യുന്ന നിയമനങ്ങളുടെ ആ ഒരു തോതിലുള്ള നിയമനം, ആ ശതമാനക്കണക്ക് നിയമനം കൊടുത്താൽ മതി. വേറെ ഒന്നും ഇവർ ചെയ്യണ്ട, അഡീഷണലായിട്ട് ഒന്നും ചെയ്യണ്ട. പക്ഷേ എന്നിട്ടും അതുപോലും കാണിക്കേണ്ട. നിസാമിനും ശിവരഞ്ജിത്തിനും ജോലി കിട്ടിയില്ലെങ്കിൽ ആ CPO ലിസ്റ്റിലെ വേറൊരുത്തിനും പഠിച്ചെഴുതിയവനും ജോലി കിട്ടണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ആ ഒരു പ്രതികാരം, നിസാമിനും ശിവരഞ്ജിത്തിനും ജോലി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രതികാരമാണ് ഈ പാവപ്പെട്ട കുട്ടികളോട് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലലു, ഏതായിരുന്നാലും റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരം ശക്തമാക്കും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അതേസമയം സർക്കാരിലെ കടുംപിടുത്തം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അനുവാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകൾ നമുക്കത് വ്യക്തമായി. അതെ, ഇന്ന് വളരെ നിർണായകമായ ദിവസം. നേരത്തെ അനു തന്നെ പറഞ്ഞ പോലെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭ യോഗമാകാനുള്ള സാധ്യത, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ മന്ത്രിസഭ യോഗമാകാനുള്ള സാധ്യത ഏതായാലും വളരെ വേർഡിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് പ്രത്യേകിച്ച് ഈ ലിസ്റ്റിലുള്ളവർ കുടുംബാംഗങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരം തുടങ്ങിയാൽ അത് വേറൊരു തലത്തിലേക്ക് ആ സമരം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. എറണാകുളം വാഴക്കാലയിൽ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കന്യാസ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വാഴക്കാല സെയിൻറ്റ് തോമസ് കോൺവെൻറ്റിലെ ജെസീന തോമസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഠത്തിന് സമീപമുള്ള പാറമടയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി സിസ്റ്റർ മാനസിക അസ്വസ്ഥതയിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് മഠം അധികൃതർ പറയുന്നത്. അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്ന് ബന്ധുക്കളും പറയുന്നു. ഏതായാലും എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ, മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ലല്ലു, ഇന്ന് രാവിലെ പോലീസ് എത്തി മറ്റ് നടപടികൾ, അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് പോലീസ് എത്തിയ ശേഷം
പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. നിലവിൽ ഇത് സംബന്ധിച്ച ഉയരുന്ന വിവാദങ്ങൾ ഇത് തന്നെ, അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസ് വളരെ അടുത്ത നടപടികൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്നതായി മഠം അധികൃതർ പറയുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി കാക്കനാട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 2012 മുതൽ ചികിത്സയിലാണെന്നാണ് പോലീസിനോട് കോൺവെന്റ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വിവരം അറിയില്ല എന്ന് ചില ബന്ധുക്കൾ ഇന്നലെ ഈ സ്ഥലത്ത് വെച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ളൊരു വസ്തുതകൾ തേടുന്നുണ്ട് പോലീസ്. ഇന്നലെ സിസ്റ്ററുടെ മുറി പരിശോധിച്ച ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ചികിത്സാ രേഖകളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. താമസിക്കുന്ന മുറിയും മുദ്രവെച്ചിരുന്നു. സെന്റ് തോമസ് കോൺവെന്റിലാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത്. ഇവിടെ ഇന്നലെയും സിസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു. സിസ്റ്ററിന് ശേഷം ഉച്ചയോടുകൂടിയാണ് സിസ്റ്ററിനെ കാണാതായത്. ഈ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് സിസ്റ്ററുടെ മൃതദേഹം തൊട്ടടുത്തുള്ള പാറമടയിൽ കണ്ടെത്തിയത്. ഇതിൽ എന്താണ് ദുരൂഹത എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിലുള്ള ചികിത്സാ രേഖകളടക്കം പോലീസ് പരിശോധിക്കും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. ശരി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ ദേശീയ വാർത്തകളുമായി നിമേഷ് ചേരുന്നു. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ പ്രത്യേക അപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 90 വയസ്സുള്ള രോഗിയായ അമ്മ ഖദീജക്കുട്ടിയെ കാണാൻ ഇടക്കാല ജാമ്യത്തിൽ വിടണമെന്നാണ് ആവശ്യം. കാപ്പന് അമ്മയുമായി വീഡിയോ കോൺഫറൻസ് വഴി കാണാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. അയൽരാജ്യമായ നേപ്പാളിലും ശ്രീലങ്കയിലും ഭരണം പിടിക്കാൻ അമിത്ഷായ്ക്ക് പദ്ധതിയുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ശേഷം അയൽരാജ്യങ്ങളിലേക്ക് നീങ്ങാനാണ് പദ്ധതിയെന്നും ബിപ്ലവ് കുമാർ വെളിപ്പെടുത്തുന്നു. പാർട്ടി യോഗത്തിന് ശേഷം നടന്ന സ്വകാര്യ സംഭാഷണത്തിലാണ് ഇക്കാര്യം ബിപ്ലവ് കുമാർ വെളിപ്പെടുത്തിയത്. അമിത്ഷായ്ക്ക് കീഴിൽ BJP ഏറ്റവും വലിയ പാർട്ടിയായി മാറിയെന്നും ബിപ്ലവ് കുമാർ വ്യക്തമാക്കി. ആത്മഹത്യ ചെയ്ത നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ സഹോദരിമാർക്കെതിരായ പരാതിയിൽ മുംബൈ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സുശാന്തിന് മരുന്നെത്തിച്ചു എന്ന സുശാന്തിന്റെ സുഹൃത്ത് റിയ ചക്രവർത്തിയുടെ പരാതിയിലാണ് വിധി. റിയയുടെ പരാതിയിൽ കേസെടുത്ത മുംബൈ പോലീസിനെതിരെ സുശാന്തിന്റെ സഹോദരിമാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി സ്വീകരിച്ചിരുന്നില്ല. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 13 പേരുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരണം 51ആയി. തപോവൻ തുരങ്കത്തിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. 30 പേരാണ് തുരങ്കത്തിൽ പെട്ടുപോയത്. ദുരന്തത്തിൽപ്പെട്ട 154 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കോവിഡ് വാക്സിനുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്രം 961 കോടി രൂപ ചെലവാക്കിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 2 കോടിയിലധികം വാക്സിനുകൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എത്തിച്ചു. കണക്കുകൾ പ്രകാരം ഒരു ഡോസ് വാക്സിന് 446 രൂപയാണ് ചെലവ്. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് 123 കോടി രൂപ നൽകിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതൊക്കെയാണ് ദേശീയ തലത്തിലെ വാർത്തകൾ. തിരികെ നോക്കാം ഗോപിയിലേക്കും ലല്ലുവിലേക്കും. തിരിച്ചു വരാം. കൂടുതൽ വാർത്തകളുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് കാണാം. ഒരു കാഴ്ചയിലേക്ക് പോവാം. പട്ടണത്തിന് നടുവിൽ ഒരു കാടിന് നടുവിൽ ഒരു ബംഗ്ലാവ്. പ്രാസമൊപ്പിച്ച് പറയുന്നതല്ല, നിലമ്പൂരിൽ ഇത്തരം ഒരു സ്ഥലമുണ്ട്. നിലമ്പൂർ നഗരത്തിന്റെ ഹൃദയമായ ചന്തക്കുന്നിൽ നിന്നും അല്പം ഉള്ളിലേക്ക് പോകാം. ബംഗ്ലാംകുന്നിലേക്ക്. ഇവിടേക്കുള്ള വഴി ഒരു കാട്ടിലൂടെയാണ്. വലിയ മരങ്ങൾ വഴി കാട്ടുന്നത് ഒരു പഴയ ബംഗ്ലാവിലേക്കാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവിലേക്ക്. ആയിരത്തി 1898 ബ്രിട്ടീഷുകാർ ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. അന്നത്തെ വനം വകുപ്പ് മേധാവികൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്.
1920കളിൽ മലബാർ കലാപ സമയത്ത് ഈ കെട്ടിടം നശിപ്പിക്കപ്പെട്ടു. പിന്നീട് 1928ലാണ് പുതുക്കി പണിതത്. മലബാർ ലഹളയുടെ കാലഘട്ടത്തിൽ ഇതിനെ ഈ DFO ബംഗ്ലാവ് ആക്രമിക്കപ്പെടുകയും അതിന് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് 1924 അത് പുതുക്കിപ്പണിതത്. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും ഈ കെട്ടിടം DFOമാരുടെ വസതിയായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം വിവിധ സേനകളുടെ ക്യാമ്പ് ഓഫീസായിട്ടും 1990 വരെ അങ്ങനെ ഈ ബ്രിട്ടീഷ് കെട്ടിടം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. നിലമ്പൂരിൽ ആയിരുന്നു പണ്ടുണ്ടായിരുന്ന ഫോറസ്റ്റ്, മലബാറിലെ ഫോറസ്റ്റ് ഓഫീസുകളുടെ ആസ്ഥാനമായിട്ട് നിലമ്പൂരായിരുന്നു ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ പേര് സൗത്ത് മലബാർ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസ് എന്നായിരുന്നു. ആ അവസരത്തിൽ DFOമാർ താമസിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കെട്ടിടമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് 1898ലാണ് ഓൾഡ് DFO ബംഗ്ലാവ് നിർമ്മിച്ചത്. അതിനുശേഷം അത് 1924 പുതുക്കി പണിതു. ബ്രിട്ടീഷ് ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ഇരുനില കെട്ടിടം. ഉയർന്ന മേൽക്കൂര, വലിയ മുറികൾ, ജനാലകൾ, രണ്ടാം നില പൂർണ്ണമായും മരപ്പലകകൾ കൊണ്ടാണ്. ജനൽപ്പാളിയിലെ വിവിധ നിറത്തിലുള്ള ചില്ലുകൾ ഒരു കാലഘട്ടത്തിന്റെ നിർമ്മാണ ശൈലിയെ അടയാളപ്പെടുത്തുന്നു. മരപ്പലകകൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും ചിതലെടുത്തിട്ടില്ല എന്നതും നിർമ്മാണ മികവിന് അടയാളം. തടി കൊണ്ട് നിർമ്മിച്ച രീതിയിലാണ് ഇതുള്ളത്. ഭിത്തി ഒഴികെ ബാക്കിയെല്ലാം തടി കൊണ്ട് നിർമ്മിച്ച രീതിയിലാണുള്ളത്. അതായത് ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ. അന്നിവിടെ വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കരുതാം. അങ്ങനെയുള്ള കാലാവസ്ഥ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ DFOമാർ തയ്യാറാക്കിയ കെട്ടിടമാണ് ഇതുള്ളത്. ഈ കെട്ടിടത്തിന് പുറമെ മറ്റൊരു ബ്രിട്ടീഷ് നിർമ്മിത കെട്ടിടം കൂടിയുണ്ട് ബംഗ്ലാംകുന്നിൽ. അത് ഇന്ന് തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയുടെ പുനർനിർമ്മാണം വനം വകുപ്പിന് മുന്നിലുണ്ട്. വിനോദസഞ്ചാര വികസനത്തിന് ചില പദ്ധതികളും വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത് റിനോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു മലബാർ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമായിട്ട് നിലമ്പൂരിൻ്റെ ചരിത്രവും അതേപോലെ മലബാറിൻ്റെ ചരിത്രമൊക്കെ പ്രതിപാദിക്കുന്ന നിലമ്പൂർ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമായിട്ട് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇത്തവണ നമുക്ക് ഇക്കോ ടൂറിസം എന്ന ബജറ്റ് ഹെഡിൽ 45 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്ത മാസങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാട്ടിലൂടെയുള്ള ആകാശപാലമാണ് ഇവിടെയുള്ള മറ്റൊരു പ്രധാന ആകർഷണം. കാട്ടിലൂടെ മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന പാലം ബംഗ്ലാവിന് മുൻപിൽ നിന്നും റോഡിലേക്ക് എത്തും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. സൗകര്യങ്ങളുടെ കുറവ് ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറി വരുന്ന ആളുകൾക്ക് ഏറെയുണ്ട്. പക്ഷേ ഇതെല്ലാം ഏറെ വൈകാതെ പരിഹരിക്കുമെന്ന് വനംവകുപ്പ് പറയുന്നു. നിലമ്പൂർ വരുന്ന ആർക്കും, അതേപോലെ തന്നെ ഇതുവഴി ഊട്ടി, അതേപോലെ തന്നെ മറ്റേ മൈസൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സന്ദർശകർക്ക് ഒരു ഇടത്താവളമായിട്ട് നിലമ്പൂരിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യവും ഇതിനുണ്ട്. നാടിന് നടുവിലെ കാടും ചരിത്രശേഷിപ്പുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പ്രിയമാണെന്ന് ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരും എന്നു തന്നെയാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. നിലമ്പൂരിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. തിരിച്ചു വരാം ഇടവേളയ്ക്ക്. ഒരു നല്ല രസമുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ മൂന്നാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൂന്നാർ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് എന്ന് തോന്നുന്നു. ഒരു വേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ പറയുമ്പോൾ നമ്മൾ അതുകൂടി പറയണം. മൂന്നാർ എന്നൊക്കെ അതിഭീകരമായി തണുത്തോ അതിനുശേഷമുള്ള വേനൽക്കാലം ഇവിടെ തന്നെ രാത്രി നല്ല തണുപ്പാണല്ലോ. രാത്രി അത്യാവശ്യം നല്ല തണുപ്പും പകൽ ഒടുക്കാത്ത ചൂടുമാണ്. അപ്പോൾ മൂന്നാർ ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാർ വീണ്ടും മൈനസിലെത്തി എന്നുള്ളതാണ്. താപനില താഴ്ന്നതോടെ മഞ്ഞ് പുതഞ്ഞ മൂന്നാറിലെ പ്രഭാത കാഴ്ചകൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യമാണ്. ഏതായാലും ഈ കാഴ്ചയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.
ഈ